Good morning, all. Good morning, ma'am. 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 Okay, കേട്ടോ. അപ്പോ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ മരിയാം മോണ്ടിസോറിയുടെ ക്ലാസ് ഡോക്ടർ മരിയാം മോണ്ടിസോറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത്. പക്ഷെ നമ്മൾ ഇന്ന് എന്താണ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഒന്ന് റെഫർ ചെയ്താലോ? Okay, ma'am. ഓക്കെ, നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഒന്നും കൂടി റെഫർ ചെയ്ത് നോക്കാം. അത് പഠിച്ചതാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, കേട്ടോ. ആദ്യം മുതൽ നോക്കാം കേട്ടോ. ഷെയർ ചെയ്യട്ടെ. പാർട്ട് 1 ആണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, പ്രെയർ ആരാ സ്റ്റാർട്ട് ചെയ്യുന്നേ? Ma'am, good morning. ഞാൻ ചെല്ലാം. Hello, ma'am. Good morning. ചെല്ലട്ടെ ma'am. Hello. കൈവല്യ ദീപത്തെ കാത്തരുളിയിടുന്ന കൈതവമില്ലാത്ത ദൈവമേ, അജ്ഞരാം ഞങ്ങളെ വിജ്ഞരാക്കേണമേ, വിജ്ഞാനസാഗര സർവീശ്വര. ഉത്തമ ഭാവന ഞങ്ങൾക്കു നൽകിയിട്ട് ഉത്തമന്മാരാക്കി മാറ്റിയിടണേ. ലോകാധിനാഥാ നിൻ മാനസം ഞങ്ങളിൽ പാരമ്പതിപ്പിച്ചു കാത്തിടണേ. കൈവല്യ ദീപത്തെ കാത്തരുളിയിടുന്ന കൈതവമില്ലാത്ത ദൈവമേ. താങ്ക് യു മാം. തോട്ട് ഓഫ് ദ ഡേയും ഇതും പറഞ്ഞേക്കാം. സൈനിനും പറഞ്ഞു കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞു കേൾക്കാൻ പറ്റുന്നുണ്ട് മാം. കേൾക്കാം. തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞു കേട്ടോ. Good morning, ma'am. പറഞ്ഞു സിനോ. Live as if you were to die tomorrow. Learn as if you were to live forever. Mahatma Gandhi. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? മിനിറ്റ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ആണ്. ഈ ചാപ്റ്റർ ഞാൻ തന്നെയല്ലേ എടുത്തത്? ഈ പാർട്ട് മൊത്തം ഞാനല്ലേ എടുപ്പിക്കുന്നത്? അതെ മാം. Yes, ma'am. ഈ വെൽനസ് അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മള് എന്താ പറയാ, എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? Both health, mental health and physical health. physical fitness. ഓക്കെ, അങ്ങനെയാണ്. വെൽനസ് ഇൻക്ലൂഡ്. വെൽനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫിറ്റ്നസിനെയാണ് നമ്മൾ വെൽനസ് എന്ന് പറയുന്നത്. ഹെൽത്ത് ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെ, ദെൻ വെൽനസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ വെൽബീയിങ്ങിനെയാണ് സാധാരണയായിട്ട് എന്ത് പറയുന്നത്? നമ്മൾ മോഡേൺ കൺസെപ്റ്റിൽ പറയുമ്പോൾ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളുടെയും ഒരു നല്ല രീതിയിലുള്ളൊരു എന്താ പറയാ, നല്ല രീതിയിലുള്ള ഒരു വെൽബീയിങ്ങിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഹെൽത്ത് എന്ന് പറയുന്നത്. ജസ്റ്റ് പണ്ടൊക്കെ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിനെയാണ് ഹെൽത്ത് എന്ന് പറയുന്നതെന്നാണ് പണ്ടൊക്കെ ആൾക്കാർ ചിന്തിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ് ആണ് എന്ത് പറയുന്നത്? ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? Okay, ma'am. Then health, physical fitness
ആൻഡ് വെൽനെസ് നോക്കാം. ഓരോ പോയിന്റും എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇനി കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കാം. സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റി ഓഫ് muscle capacity of Muscles muscle to to exert force. muscles ability to continue to perform without weakness. ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി മടിയോട് continuous ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഇത്. ശേഷി. Then flexibility of ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ വഴക്കം എന്നല്ലേ? അതിന് നമുക്ക് അതിന് ജോബ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരം വഴങ്ങുന്നു. flexible ആയിരിക്കണം. ഇപ്പോ കുറച്ച് എഫേർട്ട് ഉള്ള ജോബ് ആണെങ്കിൽ അത് ചെയ്യാനായിട്ട് നമ്മളെ എങ്ങനെയായിരിക്കും, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം. നമുക്ക് ഫ്ലെക്സിബിലിറ്റി വേണം, സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റണം. ഇനി സ്പീഡാണ്. പെർഫോം മൂവ്മെന്റ്സ് എങ്ങനെയാണ്? With a short Movements period. perform within a short period. ഓക്കെ, ഷോർട്ട് പീരീഡ്. പെർഫോം മൂവ്മെന്റ്സ് വിത്തിൻ എ ഷോർട്ട് പീരീഡ്. നമ്മൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ഇതാണ് വരുന്നത്. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സ്പീഡായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നത്. സ്പീഡും എഫിഷ്യൻസിയിലോട് കൂടി ചെയ്യണം. സ്പീഡ് എന്ന് പറയുമ്പോൾ അവിടെ ആ മൂവ്മെന്റ്സ് ചെയ്യാന്നുള്ളതാണ്. എഫിഷ്യന്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ. ഈ കോർഡിനേഷൻ എന്താണ്? ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള. പെർഫോമിംഗ് മോട്ടോർ ടാസ്ക് ഇവൻച്വലി ആൻഡ് ആക്യുറേറ്റ്ലി, കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മള് മോട്ടോർ ടാസ്കുകൾ ചെയ്യാൻ പറ്റണം. ഇനി ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3 types. Two types. Health related physical fitness, skill related physical fitness. കോസ്മെറ്റിക് ഫിസിക്കൽ. റിലേറ്റഡ്. ഓക്കെ, ഞാൻ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സാധാരണയായിട്ട് കണ്ടുവരുന്ന ഈ ഒരു പോർഷനിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാർഡിയോ വസ്കുലാർ ഫിറ്റ്നസ്. ഏതൊരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് കാർഡിയോ വസ്കുലാർ ഫിറ്റ്നസ് ഏൺ ചെയ്യാൻ പറ്റും? വാക്കിംഗ്. ഓക്കേടാ. മറ്റേ റണ്ണിങ് can help to develop physical fitness like muscular continuity, agility, speed ഒക്കെ നമുക്ക് കൂട്ടാനായിട്ട് റണ്ണിങ്ങിലൂടെ പറ്റും. വെയിറ്റ് ട്രെയിനിങ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? മസ്കുലർ കണ്ടിന്യൂറ്റി, സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ പറ്റും. സ്ട്രെച്ച് ചെയ്യുന്നത്, സ്ട്രെച്ച് ചെയ്യില്ല നമ്മള്, സ്ട്രെച്ച് നമ്മളിങ്ങനെ ചുമ്മാ കാണിച്ചെന്നുള്ളൂ കേട്ടോ. പക്ഷെ സ്ട്രെച്ചിങ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? ബോഡി കമ്പോസിഷൻ, ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആർക്കും കേൾക്കുന്നില്ലല്ലോടാ? ഇല്ല, ഇല്ല, കേൾക്കുന്നില്ല. പറ്റുന്നവരോടൊക്കെ കേറാൻ പറയടാ ക്ലാസ്സില്. മെസ്സേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിലേ. ഗ്രൂപ്പിൽ തമന്ന ഇട്ടുണ്ടായിരുന്നു ഇന്ന് എന്തായാലും കേറണമെന്നും പറഞ്ഞു. ഒരുപാട് പേര് കേറിയിട്ടില്ലല്ലോ. ഇതിപ്പോ നാളെ അല്ലേ ഇതിന്റെ റെക്കോർഡ് ക്ലാസ് വരുള്ളൂ. ഇത് ക്ലിയർ ആയി ഡയറക്റ്റായി കേൾക്കുമ്പോഴേ എല്ലാരും ക്ലാസ്സിലൊക്കെ വർക്കിലിടാ, അതായിരിക്കും. അതെ അല്ലേ? അല്ല, ചിലവര് പഠിക്കുക വെച്ചിട്ട് മിണ്ടാണ്ട് കേൾക്കാതിരിക്കും. എനിക്ക് ആകെ പ്രാന്തായിട്ടാ ഞാൻ കേറുന്നത്. റിവിഷൻ ചെയ്യുമ്പോ പേടിയാവുന്നു. മോഡൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടല്ലോ, അത് തന്നെ ആയിരിക്കും അല്ലേ?
ഇപ്പഴേ ഞാൻ കയറിയപ്പോഴാ കണ്ടേ, ഞാൻ കണ്ടിണ്ടായില്ല. മോഡലിനേ ഉള്ളൂ. മോഡൽ അത് ഏകദേശം ആ ഒരു മോഡലായിരിക്കാം. അതെ 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 ആൻസർ ഇട്ടിട്ടുണ്ടേ. അതെ. ഈ മോഡൽ ആൻസർ ഇട്ടിട്ടുണ്ടോ? ആയിരുന്നു അല്ലേ ക്ലാസ്? ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളൂ. ഇല്ല, ഇപ്പൊ നല്ലൊരു ഫ്ലോയില് പോവായിരുന്നു. ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ആൻസർ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇന്നുള്ളത് മോഡൽ എക്സാം അല്ലേ നമുക്ക്? അതെ. ഓക്കെ. ഹലോ 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 ഹലോ, ആരാ? ഇപ്പൊ മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് റിവിഷൻ നടത്തുകയാണോ? നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഓക്കെ, ഞാൻ കണ്ടു. മാം വന്നിട്ടുണ്ട്, പ്ലീസ് സൈലൻസ്. ശരിക്കും ചെറിയ കുട്ടികളെക്കാളും കഷ്ടമുണ്ട് നിങ്ങള്. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വരുമ്പോഴായിരിക്കും ക്യാമറയും വോയിസും പോകുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ഓൺ ആണ്. റെക്കോർഡ് ക്ലാസ് കേൾക്കുന്ന കുട്ടികളെല്ലാവരും നിങ്ങൾ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മള് എക്സാമിനെ കുറിച്ചിട്ട് കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ വരെയും ഡിസ്കസ് ചെയ്തില്ലേ? Yes, ma'am. Then the second യൂണിറ്റ് ഏതാണ്? Health and hygiene. ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അപ്പൊ സൗണ്ട് മൈൻഡിന് സൗണ്ട് ബോഡി, അതിന്റെ മീനിങ് എന്താണ് അറിയോ? ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ്. Okay, there should be a balance between physical and mental health. ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും തമ്മിൽ എന്ത് വേണം? ഒരു ബാലൻസ് വേണം. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, there should be a balance between എന്താണ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് കേട്ടോ. സൗണ്ട് മൈൻഡിന് സൗണ്ട് ബോഡി അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എന്റെ ഓർമ്മയില്. പറഞ്ഞിട്ടുണ്ട് മാം. പറഞ്ഞിട്ടുണ്ട് മാം. ഫിസിക്കൽ പറഞ്ഞിട്ടുണ്ട്. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നോക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ റീഡ് ചെയ്യാം. എയിംസുകളൊക്കെ നോക്കാം കേട്ടോ. പിന്നെ നമ്മള് ഇൻസൈഡ് സ്കൂളും ഔട്ട്സൈഡ് ഇതൊക്കെ റീഡ് ചെയ്യാം. നല്ല രീതിയിൽ റീഡ് ചെയ്താൽ മതി. കുറച്ചൊക്കെ പേഴ്സണൽ ഹൈജീൻ, കുട്ടികളില് പേഴ്സണൽ ഹൈജീൻ ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും നന്നായിട്ട് ആർക്കാ പറ്റാം? പേഴ്സണൽ ഹൈജീൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്ന വ്യക്തികൾ വേണ്ടിട്ടാ പാരന്റ്സും ടീച്ചേഴ്സ്. പാരന്റ്സിനും ടീച്ചേഴ്സിനും ഏതായാലും രീതിയിൽ അവർക്ക് ഹെൽത്ത് പേഴ്സണൽ ഹൈജീൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഇത് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കിടപ്പുണ്ടല്ലോ. എന്താണ് മെറ്റബോളിസം? Process by which food is used in human body. യൂസ്ഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയെ ഫുഡ് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. എത്ര ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ഉണ്ട്? 3. ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്, ബേബി എനർജി ഗിവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്. അങ്ങനെ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. Yes, ma'am. എന്തെല്ലാമാണ് ഫുഡിലെ കമ്പോണൻസ്? പ്രോട്ടീൻസ് അതൊക്കെയല്ലേ മാം? പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, വിറ്റാമിൻസ്, ഫാറ്റ്, ന്യൂട്രീഷൻ. ഫാക്റ്റില് അതേപോലെ ഇതിന് കണ്ടിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? അതിന്റെ പേരുകളൊക്കെ നോക്കി വെക്കാം. കാർബോഹൈഡ്രേറ്റ്സ്, ഓക്സിജൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കി വെക്കണേ. ഫാറ്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത് ഒക്കെ നോക്കി വെക്കാം കേട്ടോ. ഫാറ്റ്സ് 2 ടൈപ്സ് ഉണ്ട്, അത് നോക്കി വെക്കാം. ഇനി വൈറ്റമിൻസ്, ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ഓക്കെ, AD, EK. ഇനി
ന്യൂട്രീഷൻസിന്റെ കാര്യങ്ങൾ, മാൽ ന്യൂട്രീഷൻ കാരണം എന്തൊക്കെ വരാനുള്ള ചാൻസ്, മാൽ ന്യൂട്രീഷന്റെ കാരണം ഫിസിക്കൽ കണ്ടീഷൻ എന്തൊക്കെ വരും, മെന്റൽ കണ്ടീഷൻ എന്തൊക്കെ വരും എന്നൊക്കെ നോക്കാം. ഓക്കെ, എല്ലാ ന്യൂട്രീഷൻസും എല്ലാ എസെൻഷ്യൽ കമ്പോണൻസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫുഡ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ആ ടേബിളിൽ നിന്നാണ് കേട്ടോ, ടേബിളിൽ നിന്ന്. എന്തുകൊണ്ടാണ് എപ്പോഴും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരുന്നത്? മാമി ടേബിളിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കുറവായോണ്ട് അവർക്ക് എത്ര ടൈപ്സ് ഓഫ് ഡിസീസ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? നമ്മൾ ഈ ഒരു കോമൺ ചൈൽഡ് ഡിസീസിൽ എത്ര ടൈപ്സ് ഓഫ് ഡിസീസ് ആണ് പഠിച്ചിട്ടുള്ളത്? ടെറ്റനസ് അല്ല, 10 ടൈപ്പ് പഠിച്ചു. ടു ഡിസീസ് കണ്ടാജി രണ്ട് ടൈപ്പ് പകരുന്നതും രണ്ട് ടൈപ്പാണ്. Contagious spread from one person to another through contact. വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖത്തെയാണ് നമ്മൾ എന്താ പറയുന്നത്? ജെയിംസ്. ഓക്കെ, അതല്ല, ഇൻഫെക്ഷൻ ഡിസീസുകൾ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്? ഫുഡ്, എയർ, വാട്ടർ, പിന്നെ ആനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ്, ഡർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. ഫുഡ് ഐറ്റംസിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ, എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ, അനിമൽസിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ. ഒരു മിസ്റ്റേക്ക് ഉള്ളതെന്ന് പറഞ്ഞാല് അനിമൽസിലൂടെ സ്പ്രെഡ് ചെയ്യില്ല, ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്യില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ വെട്ടാൻ പറഞ്ഞിട്ടുണ്ടാവും, ടൈഫോയിഡ് അനിമൽസിലൂടെ സ്പ്രെഡ് ചെയ്യില്ല കേട്ടോ. ഞാൻ കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കേട്ടില്ല, ഒന്നും കൂടി പറയുമോ? എടാ, അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിൽ ടൈഫോയിഡ് കിടക്കുന്നുണ്ട്. ടൈഫോയിഡ് അനിമൽസിലൂടെ സൗണ്ട് കുറവാണോ? സൗണ്ട് തീരെ കുറവാണ് മാം. ഒരു മിനിറ്റ് കേട്ടോ, എനിക്കും ഒന്നും കേൾക്കാം, ചെറുതായിട്ടേ കേൾക്കണുള്ളൂ. ഒന്ന് കേറി പോന്നു കഴിഞ്ഞാൽ ശരിയാവും. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറിയാൽ മതി. ഞാൻ എല്ലാവരെയും മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോ നമ്മള് ടൈഫോയിഡ് എന്ന് പറയുന്നത് അനിമൽസ് ആൻഡ് അതർ ക്രിയേച്ചറിലൂടെ അല്ല സ്പ്രെഡ് ചെയ്യുന്നത്. അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് വാട്ടറിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ്, സോർബറ്റിലൂടെയൊക്കെയാണ് ഈ പറഞ്ഞ ഡിസെൻട്രി, കോളറ, ഫീവർ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. ഡേറ്റ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തൊക്കെ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത്? പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ് പോലത്തുള്ള അസുഖങ്ങളാണ് സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. ദെൻ വൂഫിംഗ് കഫിന്റെ മറ്റൊരു നെയിം എന്തായിരുന്നു? പെർtussis. അതേപോലെ ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഏത് ബോഡി പാർട്ടിനെയാണ് അഫക്ട് ചെയ്യുന്നത്? തോട്ട്, വിൻ പൈപ്പ്, ട്രക്കിയ പോലെ ബോഡി പാർട്ടിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. ടെറ്റനസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നത്? ഇഞ്ചുറീസിലൂടെയാണ് എൻട്രി ചെയ്യുന്നത്. അത് സാധാരണയായിട്ട് ടെറ്റനസിന്റെ ബാക്ടീരിയ എന്തിനാണ് ഗ്രോ ചെയ്യുന്നത്? ഹോസ് ഡങ് ആൻഡ് കൗ ഡങ്ങിലൊക്കെയാണ് ടെറ്റനസിന്റെ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നത്. പോളിയോ എന്ന് പറയുന്നത്, പോളിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഡിസബിലിറ്റി എങ്ങനെയായിരിക്കും? പെർമനന്റ് ആയിരിക്കും. ഡിസെൻട്രി എന്ന് പറയുന്ന അസുഖത്തിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ലൂസ് മോഷൻ, അതേപോലെ തന്നെ വോമിറ്റിംഗ് ഒക്കെയാണ്. ഡീഹൈഡ്രേഷൻ, 3 സിംറ്റംസ് ആണ് കോമൺ ആയിട്ട് ഡിസെൻട്രിക്ക് വരുന്നത്. ജോണ്ടിസിന്റെ സമയത്ത് ഏത് ഇന്റേണൽ ഓർഗനെയാണ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്? ലിവറിനെയാണ് ജോണ്ടിസിൽ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. ജോണ്ടിസ് എങ്ങനെ സ്പ്രെഡ് ചെയ്യും? ജേംസ് ഇൻ ബ്ലഡ് ആൻഡ് എക്സ്ക്രീറ്റ് ഓഫ് ദ പേഷ്യൻസ്. പിന്നെ എന്താണ്, ജോണ്ടിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഐസ് എങ്ങനെയാവും? ഏത് കളറിലേക്ക് വരും? യെല്ലോ കളറിലേക്ക് വരും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ജോണ്ടിസിന് മാത്രമായിട്ട് ചോദിക്കാം. ആ ഒരു ജോണ്ടിസ് നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന മൊസ്കിറ്റോന്റെ പേരെന്താണ്? മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന മൊസ്കിറ്റോന്റെ പേരെന്താണ്? അനോഫിലസ്, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ്. നോക്കാട്ടെ, നമുക്ക് പരിചയമുള്ള ഈഡിസും ഒക്കെ ഉണ്ടാവും. അപ്പൊ അനോഫിലസ് മൊസ്കിറ്റോസ് തന്നെയാണെന്ന് നോക്കാം. ടൈഫോയിഡ് എങ്ങനെയാ സ്പ്രെഡ് ചെയ്യുന്നത്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, വൃത്തിഹീനമായിട്ടുള്ള വെള്ളത്തിലൂടെയാണ് ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്യുന്നത്. സിംറ്റംസ് ഹെഡേക്ക്, ബോഡി പെയിൻ, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോ ടൈഫോയിഡ് വന്നു കഴിഞ്ഞാൽ ഒരു 3 to 4 weeks വരെ നമുക്ക് ആ അസുഖം എന്ത് ചെയ്യും?
ഉണ്ടാവാറുണ്ട്. മീസിൽസിനെതിരെ എടുക്കുന്ന വാക്സിന്റെ പേരെന്താണ്? MMR. ഓക്കെ, MR ഉണ്ട്, MMR ഉണ്ട്. ഈ MR മീസിൽസ് ആൻഡ് റുബെല്ലയാണ്. MMR എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? മീസിൽസ്, മംസ്, റുബെല്ല. ഓക്കെ, അത് നോട്ട് ചെയ്യണം കേട്ടോ, അത് പഠിച്ചിട്ടുണ്ട് എന്നാലും. ഓക്കെ, കോളറയുടെ സിംറ്റംസ്, കോളറ സ്പ്രെഡ് ചെയ്യുന്നത് ഏത് വൈറസ് ആണ്? വിബ്രിയോ കോളറയാണ്. ഓക്കെ, ഓക്കെ, വിബ്രിയോ കോളറയാണ് കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ദെൻ കോളറയുടെ സിംറ്റംസ് ഡീഹൈഡ്രേഷൻ, ലൂസ് മോഷൻ, വോമിറ്റിംഗ്. നിങ്ങൾ ശ്രദ്ധിക്കാം, ഈ ഒരു സിംറ്റംസ് ഒക്കെ തന്നിട്ട് ഏതൊക്കെ അസുഖങ്ങളാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെല്ലാം അസുഖങ്ങളുടെ സിംറ്റംസ് ആണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കോളറയും വരും, ഡിസെൻട്രിയും വരും. സെയിം സിംറ്റംസ് ആണ്. ഓപ്ഷൻ എ കോളറ, ഓപ്ഷൻ ബി ഡിസെൻട്രി, ഓപ്ഷൻ സി എ ആൻഡ് ബി എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടിക്ക് ചെയ്യണം? ഓപ്ഷൻ സി ടിക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും MT1ന്റെയും 2ന്റെയും 3യുടെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. അതിൽ ചില പോർഷൻസ് ഡിലീറ്റഡ് പോർഷൻ ഉണ്ട്. നിങ്ങൾ പഠിപ്പിക്കാത്ത പോർഷൻസിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാ തോന്നും, ചിലപ്പോ എടുത്തിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലാസ്റ്റ് വന്നതോ? ലാസ്റ്റ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസെൻട്രിയുടെ സിംറ്റംസ്. കോളറ എന്ന് പറയുന്നത് ഏത് അസുഖത്തിലൂടെയാണ് ഏത് വൈറസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്? വിബ്രിയോ കോളറ. അതേപോലെ കോളറയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? വോമിറ്റിംഗ്, ലൂസ് മോഷൻ, പിന്നെ ഡീഹൈഡ്രേഷൻ. ഇപ്പൊ ഡീഹൈഡ്രേഷൻ, വോമിറ്റിംഗ്, ലൂസ് മോഷൻ ഏതൊക്കെ അസുഖത്തിന്റെ സിംറ്റംസ് ആണ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കണമെങ്കിൽ ഓപ്ഷനിൽ കോളറ ഉണ്ടാവും. അതേപോലെ തന്നെ ഡിസെൻട്രി ഉണ്ടെങ്കിൽ തേർഡ് ഓപ്ഷൻ എ ആൻഡ് ബി ആണെങ്കിൽ നമ്മൾ ഏത് ക്ലിക്ക് ചെയ്യണം? ഓപ്ഷൻ സി, തേർഡ് ആൻഡ് ബി, സോറി എ ആൻഡ് ബി ക്ലിക്ക് ചെയ്യണം കേട്ടോ. തേർഡ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ടീച്ചർ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ പോർഷനിൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻറ്റ് ആഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇല്ല, അത് നമ്മുടെ പോർഷനിൽ പഠിക്കാനില്ല. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് മോഡൽ എക്സാം മോഡലായിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചിട്ടില്ലേ ഗ്രൂപ്പില്? MT1ന്റെയും 2ന്റെയും മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അയച്ചിട്ടുണ്ട്. അതിലെങ്ങനെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും കേട്ടോ. നമുക്കത് സ്കിപ്പ് ചെയ്യാം, അത് റിലേറ്റഡ് പോർഷൻ ആണ് കേട്ടോ. ഇനി ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം. ഏതെല്ലാം ഡ്യൂട്ടീസ് ആണുള്ളത് നോക്കാം. ഫെയിലിംഗിന്റെ സിംറ്റംസ് നോക്കാം. ഫേസ് വിൽ ബിക്കെയിം പെയിലിംഗ് ആണ് പറയുന്നത്. വെള്ളറി വെളുക്കും എന്നുള്ള മീനിങ് വരുന്നത്. സ്പീഡ് ഓഫ് ബ്രീത്തിങ് വിൽ ബി ഡിക്രീസ്ഡ്. ബ്ലീഡിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതേപോലെ സ്നേക്ക് ബീറ്റിങ്ങിന്റെ കേസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത്. പിന്നെ ഡ്രോണിങ്ങിന്റെ കേസിൽ മയക്കം വീണ് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒക്കെ നോക്കാം. എസെൻഷ്യൽ ക്വാളിറ്റീസ് ഏതൊക്കെയാണ്, ഒരു ഫസ്റ്റ് എയ്ഡറിന് വേണ്ട എസെൻഷ്യൽ ക്വാളിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? അല്ല, ഞാൻ ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാലോ. ഓക്കെ, എസെൻഷ്യൽ ക്വാളിറ്റീസ് എന്തൊക്കെ വേണ്ടത്? കമ്പാഷൻ, ജെന്റിൽനെസ്, പവർ ഓഫ് കൺക്ലൂഷൻ, റിസോഴ്സ്ഫുൾനെസ് ആൻഡ് ഓൾട്ടർനെസ്നെസ്. ഇതെല്ലാമാണ് ഒരു ഫസ്റ്റ് എയ്ഡിന് വേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. അത്രയും കാര്യങ്ങൾ നോക്കാം. ദെൻ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് പണ്ടത്തെ ആൾക്കാരൊക്കെ കൺസെപ്റ്റ് ആയിരുന്നു. ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഹെൽത്ത് ഓക്കെയാണ്. അങ്ങനെയല്ല നമ്മൾ മെന്റൽ ഹെൽത്ത് പറയുന്നത്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് അറ്റൈനിങ് മെന്റൽ ആൻഡ് അഡ്വേർട്ടിങ് മെന്റൽ ഇൽനെസ്. അവോയ്ഡിംഗ് എന്നുള്ള മീനിങ് ആണ് അഡ്വേർട്ടിങ് എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തും അതേപോലെ മെന്റൽ ഇൽനെസ്സും ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് കേട്ടോ. എയിംസുകൾ നോക്കാം, നീഡ്സ് നോക്കാം, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള രീതിയിൽ റീഡ് ചെയ്ത് നോക്കാം.
ഇതൊക്കെ നന്നായിട്ട് റീഡ് ചെയ്ത് നമുക്ക് ആൻസർ നമുക്ക് തിങ്ക് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. മെന്റൽ ഹെൽത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് തിങ്ക് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. പിന്നെ മീസിൽസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, MMR വാക്സിന്റെ കാര്യം പറഞ്ഞു. ഈ DPT വാക്സിനും അതേപോലെ തന്നെ ആ വാക്സിൻസ് ഒക്കെ മാറ്റിയിട്ട് പെൻഡാവാലൻ എന്ന് പറയുന്ന വാക്സിൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇപ്പൊ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്കത് അപ്ഡേറ്റഡ് ആയിട്ടില്ല. പിന്നെ റുബെല്ല വാക്സിൻ ഏത് ടൈമിലാണ് കൊടുക്കുന്നത്? മീസിൽസിന്റെ വാക്സിൻ എപ്പോഴൊക്കെ കൊടുക്കുന്നത്? 9 months 12 months. പിന്നെ MMR ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് 50 to 80 monthsലൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. മംസിനെതിരെ എടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻ ആണ് MMR വാക്സിൻ. മംസ്, മീസിൽസ്, റുബെല്ല. ദെൻ ഈ ഒരു ബോക്സ് നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ചെക്കപ്പിനെ കുറിച്ചൊക്കെ ഇതൊക്കെ ഒന്ന് വായിച്ചാൽ മതി. പിന്നെ ഈ ഡയറ്ററി റിക്വയർമെന്റ്സ് ഉണ്ടോ? ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒരു കുട്ടിക്ക് വേണ്ട ഡയറ്റ്, ഒരു 3 to 6 years കുട്ടികൾക്ക് വേണ്ട പ്രോട്ടീന്റെ അളവ് വ്യത്യാസമുണ്ട്. 20 grams a day ആണ്. 20 grams a day ആണ് വേണ്ടത്. അതൊന്ന് എഡിറ്റ് ചെയ്തിട്ടേക്ക് 20 grams per day. ചെയ്തോ? അത് എഡിറ്റ് ചെയ്തോ? ബാക്കിയൊക്കെ നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം. ചൈൽഡ് വെൽഫെയറിൽ കുട്ടികളുടെ എന്താ പറയാ ഹെൽത്തി ഹാബിറ്റ്സ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് ഫാമിലിയുടെ ഉത്തരവാദിത്തമാണ്, നമുക്കതറിയാം. അതേപോലെ തന്നെ ചൈൽഡ് വെൽഫെയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട പോഷൻ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ്. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്താണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ? സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ മെത്തേഡിനെയാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വിഷ്വലി ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികള്, അതേപോലെ എങ്ങനെയൊക്കെയാണ് വിഷ്വലി ഇമ്പയർമെന്റ് വരാനുള്ള ചാൻസ്? സ്മോൾ വോക്ക് മെൻറ്റാലിറ്റീസ്, ബേൺസ്, ട്രക്കോമോ, ഫീവർ, ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? വിഷ്വൽ ഇമ്പയർമെന്റിന് കാരണമാകുന്നുണ്ട്. ഹിയറിംഗ് ഇമ്പയർമെന്റിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, ക്ലോസ് റിലേഷൻ മാരേജസ്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? എങ്ങനെയാണ്? അതെ, ഈ ഹിയറിംഗ് ഇമ്പയർമെന്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിലായിരിക്കും ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ എ ത്രൂ ആക്ഷൻ, ഓപ്ഷൻ ബി ത്രൂ ലിപ് റീഡിംഗ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ എന്നാണെങ്കിൽ ഏതായിരിക്കും ഓപ്ഷൻ? സി ആയിരിക്കും. ഒരു വേറൊരു രീതിയിൽ കമ്മ്യൂണിക്കേഷനെയും ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ? ഓപ്ഷൻ എ ബോത്ത് ത്രൂ ആക്ഷൻ, ഓപ്ഷൻ ബി ത്രൂ ലിപ് റീഡിംഗ്, ഓപ്ഷൻ സി healthy combo of both of these, both of A and B, and last option all of the above. അവിടെ പറ്റും, all of the above ആണ് ആൻസർ. അപ്പൊ നിങ്ങൾ നോക്കണം എങ്ങനെയാണ് ഓപ്ഷനിലെ സ്ട്രക്ചർ എന്നുള്ളത്. ഈ രണ്ട് രീതിയിലും ചോദിക്കാറുണ്ട്. ഫിസിക്കൽ ഡിസബിലിറ്റീസ് എങ്ങനെയാ സംഭവിക്കുന്നത്? കുട്ടികളിൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എങ്ങനെയാ വരുന്നത്? ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ്, ആക്സിഡന്റ്, കോഗ്നിറ്റീവ് ഇഷ്യൂസ് ഒക്കെ കാരണം കുട്ടികളിൽ ഫിസിക്കൽ ഡിഫിക്കൽറ്റീസ് വരാറുണ്ട്. മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഏറ്റവും നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് ഏതാണ്? അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് അവർക്ക് കൂടുതലായിട്ട് നല്ലത്? മോണ്ടിസോറി മെത്തേഡ്. സ്പെല്ലിംഗ് തെറ്റാണ്. മോണ്ടിസോറി മെത്തേഡ്, മോണ്ടിസോറി എൻവയോൺമെന്റ് ആൻഡ് മെറ്റീരിയൽസ് കുട്ടികളിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ എടുത്ത ചാപ്റ്റർ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഞാനല്ല എടുത്തത്. ഞാൻ എടുത്തത് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് അല്ലേ? നോക്കാട്ടോ. എന്റെ രണ്ട് രീതിയിൽ ചോദിക്കും. ഞാൻ പറഞ്ഞ ഹെൽത്തി കോംബോ ഓഫ് ബോത്ത് അല്ലെ ഡൗട്ട് ആയിട്ട് വന്നത്. അത് രണ്ട് രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം നീഡ്സ് പറയാം. ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആദ്യം പറയാമല്ലോ.
ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ പറയാം, നീഡ്സ് എത്താം. നീഡ്സിൽ ഞാൻ ഹൈറാക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? മാസ്ലോ നീഡ് ഓഫ് ഹൈറാക്കി എന്റെ ഓർഡർ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഫസ്റ്റ് ഏതാണ്? ഫസ്റ്റ് ഏത് നീഡാണ്? മാസ്ലോ നീഡ് ഓഫ് ഹൈറാക്കിൽ ആദ്യം വരുന്ന നീഡ് ഏതാണ്? ആർക്കറിഞ്ഞൂടാ? ഫിസിയോളജിക്കൽ നീഡാണ്. സെക്കൻഡ് സേഫ്റ്റി നീഡാണ്. തേർഡ് ബിലോങ്നെസ് നീഡാണ്. ഫോർത്ത് നീഡ് ഫോർ കോമ്പിറ്റന്റ് ആണ്. ഫിഫ്ത്ത് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. താഴത്തുനിന്നാണ് ഓർഡർ വരുന്നത്. നമ്മള് ടെസ്റ്റിൽ നോക്കുമ്പോൾ മുകളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നമ്മള് മാറിപ്പോകരുത്. താഴത്തുനിന്നാണ് ആ ഓർഡർ വരുന്നത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് താഴത്തുനിന്നാണ് ആ മുകളിലേക്ക് നീഡ്സ് വരുന്നത് കേട്ടോ. പിന്നെ മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കിയില് ഡെഫിസിറ്റ് നീഡ് 4 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഫിസിയോളജിക്കൽ നീഡ് ഡെഫിസിറ്റ് നീഡാണ്, സേഫ്റ്റി നീഡ് ഡെഫിസിറ്റ് നീഡാണ്, ബിലോങ്നെസ് നീഡ് ഡെഫിസിറ്റ് നീഡാണ്, ആൻഡ് എക്സ്റ്റീം നീഡ് എന്താണ്? ഡെഫിസിറ്റ് നീഡാണ്. ആകെ ഗ്രോത്ത് നീഡ് ആയിട്ടുള്ളത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏതാണത്? ഓക്കെ, ഗ്രോത്ത് നീഡ് ആകെ ഒന്നേ ഉള്ളത്. എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് കേട്ടോ. ഈ ഹെൻറി മൊറയുടെയും ആ നീഡ്സുകളുടെ പേരുകളൊന്ന് നോക്കി വെക്കട്ടെ. അച്ചീവ്മെന്റ്സ്, അക്വിസിഷൻ, അഫിലിയേഷൻ ഒന്ന് നോക്കട്ടോ, നന്നായിട്ട് നോക്കി വെക്കാം. പിന്നെ നീഡ്സിലേക്ക് വരാണെങ്കിൽ ഇതെല്ലാമാണ് ഫിസിക്കൽ നീഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫിസിയോളജിക്കൽ നീഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെ നീഡ്സ് ആണ്? ഇതേപോലെ ഓഫ് ഇമോഷൻസ്, കുട്ടികളുടെ ഇമോഷൻസിലെ അഫെക്ഷൻ നന്നായിട്ട് റീഡ് ചെയ്താൽ മതി കേട്ടോ. ഇത് എല്ലാം റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് റീഡ് ചെയ്യാം. ഓർഡർ ആയിട്ട് പഠിക്കേണ്ടത് ഇത് രണ്ടുമാണ്. നീഡ് കൺസെപ്റ്റ്, മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി നന്നായിട്ട് പഠിക്കുക കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആയിരുന്നു എന്ന് തോന്നുന്നു നമ്മൾ എടുത്തത് അല്ലെ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഞാൻ എടുത്തത് പറയാം കേട്ടോ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിലെ പീരീഡുകൾ നോക്കണം കേട്ടോ. ഇൻഫൻസി എന്ന് പറയുന്ന പീരീഡ് ഏതാണ്? 0 to 2 ആണ്. പ്രീ ചൈൽഡ്ഹുഡ് ഏതാണ്? 3 to 6 ആണ്. മിഡിൽ ചൈൽഡ്ഹുഡ് ഏതാണ്? 7 to 9 ആണ്. ലേറ്റർ ചൈൽഡ്ഹുഡ് 10 to 13 ആണ്. ഓക്കെ, അതേപോലെ ആ സമയത്തുള്ള ഗ്രോത്തുകൾ എങ്ങനെയാണ്? ഇൻഫൻസില് വളരെ ഷിഫ്റ്റ് ആണ്, പെട്ടെന്നായിരിക്കും ഗ്രോ ചെയ്യുന്നത് കുട്ടികൾ, വെരി ഷിഫ്റ്റ് ആണ്. പിന്നെ പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന പീരീഡ് ഓഫ് ഗ്രോത്ത് ആണ്. നോക്കണം, നന്നായിട്ട് നോക്കി വെക്കണേ. പിന്നെ ലേറ്റർ ചൈൽഡ്ഹുഡ് പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. ദെൻ ഏർലി അഡോളസെന്റ് എന്ന് പറയുന്നത് ഏർലി അഡോളസൻസ് എന്ന് പറയുന്നത് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ടൈമാണ്. ഗ്രോത്ത് എപ്പോഴാണ് സ്റ്റോപ്പ് ആകുന്നത്? ഗ്രോത്ത് ഈസ് വെൻ ദ മെച്യൂരിറ്റി അറ്റൈൻഡ് ആണ്. നോക്കണം കേട്ടോ. ഗ്രോത്ത് എപ്പോഴാണ് സ്റ്റോപ്പ് ആകുന്നത്? ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആൻഡ് ഈ ഒരു ഭാഗത്തു നിന്നും ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് ഏതാണ് ഇമ്പോർട്ടൻസ്? പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറയുന്നത് കുട്ടികളിൽ ആദ്യം കാണുന്നത് മാസ് റിയാക്ഷൻസ് ആയിരിക്കും. പിന്നീടാണ് അവരിലേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്ഷൻസിലേക്ക് അവർ മാറുന്നത്. സ്മോൾ ടു ലാർജ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ലാർജ് ഫണ്ടമെന്റൽ മസിൽസ് ആയിരിക്കും ഗ്രോ ചെയ്യുന്നത്. പിന്നീടാണ് സ്മോൾ മസിൽസ് ഗ്രോ ചെയ്യുന്നത്. സെഫലോ കോഡൽ ട്രെൻഡ് എന്ന് പറഞ്ഞാല് ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് എന്ന് മറ്റൊരു പേരുണ്ട് ഇല്ലേ? പ്രോസിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടു ഔട്ടർ പാർട്ടിലേക്കായിരിക്കും ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ബയലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കുട്ടികളിലെ 2 ബയലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസം ആയിരിക്കും. പിന്നീടായിരിക്കും അവർക്ക് ഏത് സൈഡാണോ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു സൈഡിലേക്ക് മാറി യൂണിലാറ്ററലിലേക്ക് മാറുന്നത്. മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്ന് പറഞ്ഞാല് അവർക്ക് ചെറുപ്പത്തിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ മാക്സിമം എനർജി വേണം. അവർ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് മിനിമം എനർജി കൊണ്ട് ആക്ടിവിറ്റീസ് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ട്രെൻഡുകളൊക്കെ നന്നായിട്ട് നോക്കാം കേട്ടോ.
ട്രൈനസ്റ്റും അതേപോലെ തന്നെ ഈ ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ് നന്നായിട്ട് നോക്കാം കേട്ടോ. ദെൻ നമ്മൾ പിന്നെ പറഞ്ഞത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് അല്ലെ. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ ലാംഗ്വേജ് ഡെവലപ്മെന്റില് ഫസ്റ്റ് സൗണ്ട് എ ചൈൽഡ് ടിപ്പിക്കലി പ്രൊഡ്യൂസ് ചെയ്താണ് ഫസ്റ്റ് സൗണ്ട്. ഓക്കെ ട്രൈലിംഗ് ആണ്, കറക്റ്റ് ആണ്. ദെൻ ഇൻ വിച്ച് ഇയർ ചൈൽഡ് സ്പീക്ക് വിത്തൗട്ട് ദി ഇൻഫന്റ് ആർട്ടിക്കുലേഷൻ. അതെന്ന് വെച്ചാല് നമ്മുടെ കുട്ടികളുടെ ആ ഒരു കൊഞ്ചല് മാറി എപ്പോഴാണ് അവർ സംസാരിച്ചു തുടങ്ങുന്നത്? 5 years ഒക്കെ കഴിയുമ്പോഴാണ് അവർ സാധാരണയായി സംസാരിച്ചു തുടങ്ങുന്നത്. ദെൻ പിന്നെ നമുക്ക് ബബ്ലിംഗ് സ്റ്റേജ് എന്താണ്, കൂളിംഗ് സ്റ്റേജ് എന്താണ്? കൂളിംഗ് എന്ന് പറഞ്ഞാൽ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഫ്രം തോട്ട്. ബബ്ലിംഗ് സ്റ്റേജ് വവൽസ് ബബ്ബ. ഓക്കെ മീനിങ്ഫുൾ സെന്റൻസ് എപ്പോഴാണ് ഫോം ചെയ്യുന്നതെന്നൊക്കെ നോക്കി വെക്കാം. പിന്നെ എന്താണ് വരുന്നത് ആ ഒരു സ്റ്റേജസ് കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. ഞാൻ പഠിപ്പിച്ചത് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പഠിപ്പിച്ചിരിക്കണം, അപ്പൊ നോക്കാം കേട്ടോ. അത് ബർത്ത് ലാംഗ്വേജ് പ്രാക്ടിക്കലി എങ്ങനെയാണ്? കുട്ടികൾ ജനിക്കുമ്പോൾ ലാംഗ്വേജ് ഉണ്ടോ അവർക്ക്? ആബ്സെന്റ് ആയിരിക്കും. നന്നായിട്ട് നോക്കൂ കേട്ടോ. അത്രയും ആണ് ഞാൻ കിട്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ്. നല്ല രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ നല്ല രീതിയിൽ റീഡ് ചെയ്യാം ചാപ്റ്റേഴ്സ്. ഇപ്പൊ നമ്മുടെ പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് റീഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. ചാപ്റ്റർ വൈസ് ഏതെങ്കിലും യൂണിറ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. എടാ ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. നമ്മൾ കൂടുതലായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എളുപ്പമായിരിക്കും എക്സാം, സിമ്പിൾ ആയിരിക്കും. ടൈം എക്സാം അല്ലെ മെയിൻ എക്സാമും മോഡൽ എക്സാം ഒക്കെ ആണെങ്കിലാണ് കൂടുതൽ ടഫ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ടൈം എക്സാം സിമ്പിൾ ആയിരിക്കാം. പേടിയൊന്നും ആവണ്ട. ഞാൻ മെസ്സേജ് കണ്ടു എല്ലാവർക്കും പേടിയാവുന്നൊക്കെ പറഞ്ഞിട്ട്. പേടിക്കൊന്നും വേണ്ട. എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. നല്ല കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാം. കൂടാതിരിക്കും. എക്സാമിന് രീതി നോക്കിയാൽ ഒരു 7:30 ആണല്ലോ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ക്ലാസ് റൂമിലേക്ക് എനിക്ക് ബാച്ച് ഒക്കെ തിരിച്ചിട്ടാണ് തോന്നുന്നു എക്സാമിന്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് വേറെ ടീമാണ്. എക്സാമിനേഷന്റെ ടീം വേറെയാണ്. അതാണ് അത് ചോദിക്കുന്നതായിട്ട് വരും എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കയ്യിൽ 2 ഫോണ് വേണമെന്നുണ്ടോ? നിർബന്ധമില്ല, എന്നാലും ഒരു ഫോണും കൂടി കയ്യിലിരിക്കുന്നത് നല്ലതായിരിക്കും. സപ്പോസ് എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഫോൺ ഓഫ് ആയി പോയി, റേഞ്ച് പോയി, റേഞ്ച് ഇഷ്യൂ വന്ന് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഫോൺ കൂടി കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് എക്സാം എഴുതാൻ പറ്റൂലേ. അതുകൊണ്ട് ഞാൻ 2 ഫോൺ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ തന്നെ സാധാരണ നമ്മുടെ മോക്ക് ടെസ്റ്റ് വരുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് എക്സാം എഴുതുകയാണോ ചെയ്യേണ്ടത്? പിന്നെ മോക്ക് ടെസ്റ്റിന് പോലെ നിങ്ങൾക്ക് ലിങ്ക് വരും. നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറാം. വീഡിയോ ഓൺ ആയിരിക്കും. ക്ലാസ് റൂമിൽ നിന്ന് എക്സിറ്റ് ആവുമ്പോൾ തന്നെ കട്ടല്ല ചെയ്യേണ്ടത്, എക്സിറ്റ് ആയിട്ട് എക്സാം എഴുതിയിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. മെയിൽ ഐ ഡി, നെയിം, റോൾ നമ്പർ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യാം. മോൻ പറഞ്ഞോടാ. മാം നമുക്ക് ഫോണില് വീഡിയോ ഓൺ ആക്കിയിട്ട് ലാപ്പിൽ അത് ചെയ്യാൻ പറ്റുമോ? വേറെ ലാപ്പിൽ ക്ലാസ് റൂമിൽ പോയി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ തോന്നുന്നു. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. അത് പക്ഷെ നമ്മൾ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ മാറരുത്. ആ വീഡിയോന്റെ അടുത്തുനിന്ന് മാറാൻ വീഡിയോ ഓൺ ആക്കാം, പക്ഷെ ലാപ്പിലത്തെ സൗണ്ട് ശരിയില്ല. അപ്പൊ ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് ലാപ്പില് ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ വന്നിട്ട് സൗണ്ട് വോയിസ് മ്യൂട്ട് ആയിരിക്കണം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വോയിസ് മ്യൂട്ട് ഓൺ ആക്കാൻ പാടുള്ളൂ. കാരണം ഒരു വോയിസ് ഓഫ് ആയിട്ടേ ഇടാവുള്ളൂ. കാരണം ആ സൗണ്ട് ഡിസ്റ്റർബൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും 1-2 കുട്ടികളല്ലേ മ്യൂട്ട് ഓൺ ആക്കാന്ന്. അല്ലോ ഭയങ്കരമായിട്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ആയിരിക്കും മിക്കവാറും. അത് അങ്ങനെ എല്ലാവർക്കും ഓൺ ആക്കാൻ പറ്റില്ല. അത് ഹോളായിട്ട് അവർ ഓഫ് ചെയ്തിട്ടുണ്ടാവും സൗണ്ട്. മാം എക്സാമിന്റെ ടൈമിൽ നമുക്ക് ഒട്ടും മാറാൻ പാടില്ലല്ലോ. എന്തെങ്കിലും ഈ കുട്ടികളൊക്കെ വന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിലോ?
നിങ്ങൾ റൂം അടച്ചിട്ട് റൂമിന്റെ അകത്ത് ഇരുന്ന് എഴുതാൻ നോക്കുക എക്സാം. ഫുൾ ടൈം നമ്മൾ ഇരിക്കണോ? അത് എക്സാം കഴിഞ്ഞാൽ ലീവ് ആകാവോ? എക്സാം കഴിഞ്ഞാൽ ലീവ് ആവാം. അത് എക്സാം 8:30 ആണ്. 8:30 കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന മാർക്കുകൾ അവർ സെപ്പറേറ്റ് ആയിട്ടാണ് വാല്യൂ ചെയ്യുന്നത്. അത് മേ ബി കുറെ ഇന്റേണൽ മാർക്കിനെ നിങ്ങൾ അഫക്ട് ചെയ്യും. കാരണം 8:30 കഴിഞ്ഞിട്ടാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് മേ ബി അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ടൈം നമുക്ക് കൂടുതൽ കൊടുക്കില്ല. നിങ്ങൾ വിചാരിക്കും 8:30 കഴിഞ്ഞാലോ ഞാൻ എക്സാം ചില കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്. എക്സാം കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ മാർക്ക് വരാറുണ്ടല്ലോ, ഇത് അപ്പൊ തന്നെ മാർക്ക് വരുമോ? വരില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞതൊന്നും കൂടെ പറയാ, തിരിഞ്ഞില്ലായിരുന്നു. എന്താ ഇപ്പൊ? ഓക്കെ, അതായത് എക്സാമിന്റെ ടൈമില് കറക്റ്റ് ആയിട്ട് ആ ടൈമിനുള്ളിൽ തന്നെ സബ്മിറ്റ് കൊടുക്കണം. ഇപ്പൊ ഒരു 8:30 എന്നാണ് നമ്മുടെ ടൈമിങ്ങിൽ 8:15 തന്നെ സബ്മിഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സബ്മിറ്റ് കൊടുക്കുക. കാരണം മേ ബി എന്തെങ്കിലും ഹാങ് ആവാ അല്ലെങ്കിൽ റേഞ്ച് ഇഷ്യൂ കാരണം പോവില്ല, അങ്ങനെ ഇഷ്യൂ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ സബ്മിഷൻ കൊടുക്കാം കേട്ടോ. അതല്ല 8:30 കഴിഞ്ഞിട്ട് വരുന്ന മാർക്കുകൾ നമ്മൾ വാല്യൂ ചെയ്യില്ല എന്നാണ് പറയുന്നത്. 8:30 നമ്മൾ എന്തായാലും സബ്മിഷൻ കൊടുത്തിരിക്കണം അല്ലെ? അതെ, 8:30 സബ്മിഷൻ കൊടുക്കണം. നിങ്ങൾ ഗ്രൂപ്പിലുള്ള മറ്റു മെമ്പേഴ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. 8:30 മാക്സിമം സബ്മിറ്റ് ചെയ്യാം. 7:30 മുമ്പായിട്ട് തന്നെ ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. ലിങ്ക് 7:30 ആവുമ്പോഴേ വരുള്ളൂ. കറക്റ്റ് 7:30 വരുള്ളൂ. ഓക്കെ, ലിങ്ക് ഓപ്പൺ ആയില്ലെങ്കിൽ ആ ലിങ്ക് നിങ്ങൾ മറ്റാർക്കെങ്കിലും ഫോർവേഡ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും വാട്സപ്പിലൂടെ ആ ലിങ്ക് ഫോർവേഡ് ചെയ്തിട്ട് ആ ലിങ്കിൽ നിന്ന് കയറാൻ നോക്കുക. അപ്പൊ അത് ഓപ്പൺ ആവും. അങ്ങനെ ഇഷ്യൂ വരാറുണ്ട്, ലിങ്ക് ഓപ്പൺ ആവാത്ത ഇഷ്യൂ വരാറുണ്ട്. അങ്ങനെ ഒന്ന് ഫോർവേഡ് ചെയ്തിട്ട് ആ ലിങ്കിൽ കൂടെ കയറാനായിട്ട് നോക്കുക. മാൽ പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പാടില്ല. സ്ക്രീൻഷോട്ട്, മെയിനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാടില്ല. അതേ ടൈം എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലിങ്ക് ക്ലാസ് റൂമിലായിട്ട് തരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലാ? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ ക്ലാസ് റൂമിലാ? എനിക്ക് അറിഞ്ഞൂടാ. അത് എക്സാം ബോർഡിനോട് ചോദിക്കണം. അതിന്റെ ചെയ്യുന്നു മെമ്പേഴ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. എക്സാം ഞങ്ങളങ്ങനെ എന്തായാലും എക്സാമിന് മുമ്പ് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ പറയില്ലയോ? മെസ്സേജ് വരും. എന്തായാലും മെസ്സേജ് വരും. 1 മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ എങ്ങനെയാണ് എക്സാമിന്റെ കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഏതൊരു ടീമിനോടൊന്ന് ചോദിച്ചോട്ടെ. അതില്ലേ എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇവിടെ? ഇല്ലേ? ഒഫീഷ്യലായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലേ? ഉണ്ട് മാം. ആ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് നമ്മൾ ക്ലിയറിന്റെ ക്ലാസ് റൂമിന്റെ ലിങ്ക്, ഗൂഗിൾ മീറ്റിന്റെ ലിങ്കും അതേപോലെ തന്നെ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് നേരത്തെ വരും. അതിനു മുമ്പായിട്ട് ഇത് വരും, റോൾ നമ്പറും വരാറുണ്ട്. റോൾ നമ്പറും നിങ്ങളുടെ പേരും നേരത്തെ തന്നെ അവര് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറാം. 7:30 ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറാം. ഒരു 7:30 ഒക്കെ ആവുമ്പോഴേക്കും, കറക്റ്റ് 7:30 ആവുമ്പോഴേക്കും നമുക്ക് എന്ത് വരും, എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എക്സാം ഫോമിന്റെ ലിങ്ക് വരും. അത് ഓപ്പൺ ചെയ്യാൻ, ആൻസർ ചെയ്യാം. ഓക്കെ, അതിക്ക് മുമ്പായിട്ടായിരിക്കും റോൾ നമ്പർ എത്രയാണ്, നിങ്ങളുടെ പേരെന്താണെന്നൊക്കെ ലിസ്റ്റുകൾ വരുന്നത്. കാരണം മേ ബി എല്ലാവരും എക്സാമിന് അലൗ
എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ് ആയിട്ട്. ലിസ്റ്റ് ഇവിടുന്ന് പ്രിപ്പയർ ചെയ്തായിരിക്കും ആരൊക്കെയാണ് ഏതൊക്കെയാണ് റോൾ നമ്പർ എന്നുള്ളത്. ഒഫീഷ്യലി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും കേട്ടോ. ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം, എഫക്റ്റീവ് ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാം. ഇൻഫോർമേഷൻ ഒക്കെ നേരത്തെ തരണം എന്ന് പറഞ്ഞേക്കണേ. ഒരു പക്ഷെ എനിക്കൊക്കെ ഇവിടെ നെറ്റിന്റെ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നേരത്തെ അറിഞ്ഞെങ്കിലേ ബാക്കി കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൈഫൈ ഇടാം, വൈഫൈ ഇടാം. ഓക്കെ, ഇൻഫർമേഷൻസ് നേരത്തെ ഇടും. ഇത് എക്സാമിനുള്ള ഇൻഫർമേഷൻ ക്ലാസ് റൂമും ലിസ്റ്റ് ഒക്കെ നേരത്തെ ഇടായിരിക്കും. പക്ഷെ എക്സാം ക്വസ്റ്റ്യൻ ഫോം കറക്റ്റ് ആ ടൈം ആകുമ്പോഴേക്ക് കിട്ടുള്ളൂ. അപ്പൊ നന്നായിട്ട് എക്സാം എഴുതാം. മോക്ക് ടെസ്റ്റിന്റെ കാര്യത്തില് ഞാൻ ഏകദേശം വരുന്ന പോർഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് പോർഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ചെറിയ ചാപ്റ്റേഴ്സിന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കോമൺ ചൈൽഡ് ഡിസീസ് ഒക്കെ തന്നോ? ഒരു എക്സ്ട്രാ 20 ക്വസ്റ്റ്യൻസ് ഉള്ള തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ? തന്നിട്ടില്ല? ഇല്ല, അത് ഞാൻ കൊടുക്കാൻ പറയാം കേട്ടോ. തന്നിട്ടില്ല. 8th 9th 10th അല്ലേ? ഓക്കെ, അതിന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇന്നലെ ഇടാം. ഇന്ന് തന്നെ ഇടാം. 1 മിനിറ്റ് ഞാൻ നമുക്ക് പറഞ്ഞിട്ട് വരാം കേട്ടോ. ഞാൻ മറന്നു പോകും. നിങ്ങൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എടാ മിസ് എന്താ പറഞ്ഞേ? നോട്ട് തന്നിട്ടില്ല, ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല. ഞാൻ അതും മിസ് കൂടി എന്ത് പറഞ്ഞു? എനിക്കൊന്നും ഒന്നും മനസ്സിലായില്ല. ഞാൻ പേജ് എടുത്ത് വരുമ്പോഴത്തേക്കും മിസ് അടുത്ത പാഠത്തിലോട്ട് കിടന്നുണ്ട്. ചൈൽഡ് ഡിസീസിന്റെ എന്നല്ലേ പറഞ്ഞു? ചൈൽഡ് ഡിസീസിന്റെ ചാപ്റ്ററിലത് എത്ര ഉണ്ടോ മിസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് തന്നിട്ടുണ്ടോന്ന് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അത് തരാൻ വേണ്ടി പറയാൻ പോയതാ മിസ്. എടാ ഏത് പോർഷനാ? ചൈൽഡ് ഡെവലപ്മെന്റ് ആണോ? ഏത് പോർഷനാ? ആ പോർഷൻ എന്ന് പറഞ്ഞേ? ചാപ്റ്ററാണ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. ചൈൽഡ്ഹുഡ് ഡിസീസസിന്റെ മക്കളെ ഞാൻ എഡ്യൂക്കേഷൻ സൈക്കോളജി തൊട്ടിട്ടും കൂടെ അല്ല, പേടിയാണ്. ഇത് കേട്ടോടുകൂടി കഴിഞ്ഞുള്ളതുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ തന്നില്ലേ നമുക്ക് ഇന്ന് ഇവിടെ? അതിൽ നിന്ന് വരില്ല എന്നാ വരൂന്നാണ് പറഞ്ഞത്. ഏതാ? മോക്ക് ടെസ്റ്റിന്നാണോ? മോക്ക് ടെസ്റ്റിന്ന് ഇന്ന് മോഡൽ ക്വസ്റ്റ്യൻ ഇട്ടുണ്ട് 2 ആ മോക്ക് ടെസ്റ്റ് പോലെ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടെന്ന് ആൻസറോടുകൂടി. നമ്മുടെ യൂണിറ്റ് 2 ഉണ്ട്. അതേപോലെ ആവും എക്സാം എന്നാ പറയുന്നത്. അതിന്ന് വരില്ല എന്ന് നിങ്ങൾ പറഞ്ഞ? അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞില്ല. എടാ ഇത് കഴിയുമ്പോ ഇത് കഴിഞ്ഞ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യും. എന്താണ് പറഞ്ഞത്? എനിക്ക് ക്ലിയർ ആയില്ല. ഞാൻ ആ ക്വസ്റ്റ്യൻസിന്റെ കാര്യം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ വരില്ലെന്നോ? എടാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരില്ല എന്നാ പറഞ്ഞത്. ചില ക്വസ്റ്റ്യൻസ് മേ ബി ഡിലീറ്റഡ് ആയിരിക്കും, ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല എന്നാ പറഞ്ഞത്. മിസ് ഇപ്പൊ ഇട്ടേക്കണത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രമാണുള്ളത്, പുറത്തുനിന്നുണ്ടാവോ? വരാൻ ചാൻസ് ഇല്ല. ടെസ്റ്റിൽ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ കേട്ടോ. പിന്നെ മോണ്ടിസോറിയിലേക്ക് വരുമ്പോൾ മേ ബി പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ടെസ്റ്റിന് മെയിൻ ആയിട്ട് നമ്മുടെ ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നന്നായിട്ട് പഠിച്ചാൽ മതി. എക്സാമിന് മോണ്ടിസോറി ഇത് വരുമോ മാം? എന്താണ്? മോണ്ടിസോറിയുടെ ഇത് വരുമോ, ചാപ്റ്റർ വരുമോ എക്സാമിന്? ഇല്ലല്ലോ. ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് മാത്രമേ എക്സാം. ഫസ്റ്റ് ടൈം അല്ലേ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്? ഫസ്റ്റ് ടൈം എക്സാം അല്ലേ? ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് മാത്രമേ ഉള്ളൂ എക്സാം. ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് നോക്കാം കേട്ടോ.
ഇംഗ്ലീഷിന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും പാർട്ട് 1 ഉം 2 40 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചാണ് ക്യാരി ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം, നല്ല രീതിയിൽ വായിക്കാം, നന്നായിട്ട് റീഡ് ചെയ്യാം. ഫസ്റ്റ് ടൈം റീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. ഒരു പ്രാവശ്യം കൂടി ഒന്ന് റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ നോക്കാം കേട്ടോ. ടെൻഷനൊന്നും അടിക്കേണ്ട. തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, MT5ന്റെ MT6ന്റെ ഒക്കെയോ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്നാണോ പറഞ്ഞത്? ഇപ്പൊ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആര് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്? നമ്മുടെ ക്ലാസ് റൂമിൽ മോഡൽ ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ആണോ? അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നോക്കണം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നാണ് അപ്പൊ നേരത്തെ പറഞ്ഞേ. എനിക്ക് തിരിഞ്ഞില്ല അത്. MT5ന്റെ 6ന്റെ ആണോ വന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇച്ചിരി മുമ്പ്, ക്ലാസ് തുടങ്ങുന്നതിന്റെ കുറച്ച് മുമ്പ്. അത് MT1 വിത്ത് ആൻസറോട് കൂടിയിട്ടാണ് നോക്കുന്നത്. അത് ആൻസർക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിട്ട്, ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടിട്ട് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ജസ്റ്റ് ഒരു പ്രാക്ടീസിന് പോലെ അപ്ലോഡ് ചെയ്തിരിക്കണം കേട്ടോ. 1 and 3 ഇംഗ്ലീഷിന് 10 ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ട് 100ലാണ് എക്സാം വരുന്നത്, മാർക്ക് ടോട്ടൽ മാർക്ക് വരുന്നത്. എന്നിട്ട് റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. എന്താണ് നമ്മുടെ എക്സാമിന്റെ മാർക്ക് എവിടെയാ കാണിക്കുക? മനസ്സിലായില്ല. എക്സാമിന്റെ മാർക്ക് എവിടെയാ കാണിക്കാന്ന്? എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ലിസ്റ്റ് ഇടും എക്സാം കഴിഞ്ഞിട്ട്. തോറ്റുപോയാലാ? തോറ്റുപോയി കഴിഞ്ഞാൽ ഫെയിൽ എക്സാം ആണെങ്കിൽ ഫെയിൽ ആയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ, പ്രീ ടെസ്റ്റ് ഉണ്ടോന്ന് അറിഞ്ഞൂടാ. ഔട്ട് ഓഫ് മാർക്ക് ഉണ്ടോ? തോറ്റുപോയി കഴിഞ്ഞാൽ വിളിക്കാം മിസ്സേ. അല്ല, തോറ്റുപോയി കഴിഞ്ഞാൽ അക്കാദമിന്ന് വിളിക്കുമോന്ന്? അല്ല, എനിക്ക് റീടെസ്റ്റ് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഉറപ്പില്ല. റീടെസ്റ്റ് ഉണ്ടാവാറുണ്ട് സാധാരണയായിട്ട്, പക്ഷെ എനിക്ക് പിള്ളേരാരും ഫെയിൽ ആവാറില്ല. ഒരു പ്രതീക്ഷയും ഇല്ല. മിസ്സേ, പഠിപ്പിക്കാനൊന്നും പോകണ്ട, എനിക്ക് വെറുതെ പാസ്സായ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. അങ്ങനെ തരും മിസ്സേ, പരീക്ഷ എഴുതിയില്ലെങ്കിലും. നമ്മളത്തെ നോക്കിയിരുന്നോട്ടാ. ഇംഗ്ലീഷിന്റെ 2 മാർക്കല്ലേ ഒരു ക്വസ്റ്റ്യന്? ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കല്ലേ ഇംഗ്ലീഷിന്റെ? എല്ലാ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. എല്ലാ ക്വസ്റ്റ്യനും എന്താണ്? മോക്ക് ടെസ്റ്റ് മാത്രം ഇട്ടാ മതി എക്സാമിന് അറിയാം. എല്ലാ ടീച്ചേഴ്സും ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതലാണോ തരുന്നത്? 5 ക്വസ്റ്റ്യൻ ഒക്കെ തരുന്നത്. മാക്സിമം ഓക്കെ നോക്ക് നോക്കി മോക്ക് ടെസ്റ്റിന് മാത്രം ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? മെയിൻ എക്സാമിന് മുമ്പ് മാക്സിമം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതേപോലെ തന്നെ ബിക്കോസ് ഞാൻ അല്ലെങ്കിൽ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഇങ്ങനൊരു എക്സാം പ്രിപ്പയർ ചെയ്യാണെങ്കിൽ ഞാൻ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും മോക്ക് ടെസ്റ്റ് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കും. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ചാപ്റ്ററിന്റെ എല്ലാത്തിന്റെയും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് വെക്കും. അതിൽ ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് വെക്കും. ഇനി ടേം എക്സാം, ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈമിന്റെ എക്സാമിലേക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെക്കും. അതെന്ത് ചെയ്യും? കറക്റ്റ് ആൻസർ കണ്ടെത്തി വെക്കും. അതേപോലെ തന്നെ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് ട്യൂട്ടോറിയലൊക്കെ എന്ത് ചെയ്യും? റെഫർ ചെയ്തിട്ട് അതിലെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും ഞാൻ നോട്ട്ബുക്കിൽ എഴുതി വെക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ ഞാൻ നോട്ട്ബുക്കും പിന്നെ ടെസ്റ്റും നല്ല രീതിയിൽ റെഫർ ചെയ്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിൻ എക്സാമിന് അങ്ങനെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഈ എക്സാമിന് അങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞത്. ഓക്കെ, ഒരു ടൈം എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ വരും. ഓ, ഇത്ര ഉള്ളു എക്സാം, സിമ്പിൾ ആണ്, ഞങ്ങളെ കൊണ്ട് പറ്റും, ആ ഒരു ഫീല് വരും. ടേം എക്സാമിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല മാം, ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഫൈനൽ എക്സാം ഏകദേശം ഉറപ്പിക്കാം. ഓക്കെ, ഫൈനൽ എക്സാം, ടേം എക്സാമിന് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 2 പാർട്ടും റിവൈസ് ചെയ്യേണ്ട. പിന്നെ അടുത്ത 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് മാത്രം നോക്കിയാൽ മതി. പാർട്ട് 3 മാത്രം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ നന്നായിട്ട് എഴുതും. നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം കേട്ടോ. അതിന്റെ റെഫറൻസ് കാര്യങ്ങളൊക്കെ പറയണം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമ്പിളൊക്കെ അടുത്ത ദിവസം പറയണം. ഞങ്ങൾ ചീത്തയൊന്നും പറയരുതട്ടാ. ഞാൻ എല്ലാവരും മാർക്ക് നോക്കും എന്തായാലും. മാം, ഓപ്ഷൻസ് തെറ്റിക്കഴിഞ്ഞാല് വീണ്ടും
ഏതാ ശരിയായ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും. അത് എ ഇപ്പൊ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബി എന്ന് തോന്നിക്കഴിഞ്ഞാൽ എ മാറ്റി ബി ക്ലിക്ക് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. മാം ഇതില് മാർക്ക് കുറഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടുക. അത് ടെസ്റ്റ് ചെയ്യേണ്ടവരെയിരിക്കും. അത് നിങ്ങളുടെ ഇന്ത്യ മാർക്കിന് എഫക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടത്. കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടത്. നിങ്ങൾ എഴുത്ത് കുറയൂലെന്ന് എന്റെ വിശ്വാസം. ഞങ്ങൾക്ക് വിശ്വാസം നോക്കിയുള്ളൂ. എനിക്ക് നല്ല കോൺഫിഡൻസാ എന്റെ പിള്ളേരെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് എന്താ കോൺഫിഡൻസ് ഇല്ലാത്ത? ഞാനൊക്കെ എനിക്ക് ഇത്രയും നല്ല കോൺഫിഡൻസ് ഉണ്ട്. എന്റെ പിള്ളേർ നന്നായിട്ട് എക്സാം എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുള്ളത്. നന്നായിട്ട് പഠിച്ച് ക്ലാസ്സൊക്കെ കുറച്ച് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഈ ജോബിന് കയറുന്നത്. എല്ലാ എക്സാമിനും പോണേക്കാളും മുമ്പ് ഞാൻ ക്ലാസ് റൂമിലേക്ക് കയറാണെങ്കിലേ എനിക്ക് വരുന്ന അവസ്ഥ എന്താണെന്നറിയാവോ? ബ്ലാങ്ക് ആയി പോകും എന്റെ മൈൻഡ്. ഫുള്ളായിട്ട് ബ്ലാങ്ക് ആയി പോകും. ആ ക്ലാസ്സിലേക്ക് കയറുമ്പോ അത്രയും നാൾ പഠിച്ച കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിന്ന് പോകും. ബ്ലാങ്ക് ആയിട്ട് ഫുൾ ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഞാൻ ആ ക്ലാസ്സിൽ എക്സാം ഹോളിൽ ഇരിക്കുന്നത്. അത് കഴിഞ്ഞൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എന്റെ മൈൻഡിലേക്ക് നമ്മുടെ മൈൻഡിലേക്ക് തന്നെ വരും. നമ്മള് ഒത്തിരി എഫേർട്ട് ഒന്നും എടുക്കണം. നമ്മൾ മറന്നു പോയാലും നമ്മുടെ മൈൻഡിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിരിക്കണം. അതിന് ടൈം ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അപ്പൊ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഈ ഒരു പ്രശ്നം, ഈ ഒരു കൺഫ്യൂഷൻ ആ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ മാറും. അതെ, നല്ല മാർക്ക് കിട്ടും, നല്ല കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ ഒരു വിശ്വസിച്ചാണ് എക്സാം എഴുതാം. അപ്പോൾ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം.